ഗോൽക്കൊണ്ട ഫോർട്ടിൽ ഓട്ടോ ഉള്ളത്. ടിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്കാർക്ക് 25 രൂപ ടിക്കറ്റ് എടുത്താട്ടെ. നിൽക്കുന്ന 25 രൂപയ്ക്ക് 2 ടിക്കറ്റ് എടുക്കണമല്ലോ. ക്യാമറക്കും പൈസ അങ്ങനെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് കടത്തും. എന്തായാലും നല്ല കഥ ഉണ്ട്. എന്തായാലും ക്യാമറ കണ്ടില്ലായെങ്കിലും അവന് പ്രശ്നമില്ലായിരുന്നു. കണ്ടതിനെ കൊണ്ട് അവന് 2 ടിക്കറ്റ് എടുക്കണം. ഇത് കണ്ടതാ ക്യാമറക്ക്, അതായത് നമ്മളെ കൈമുള്ള സാധനത്തിന് അതിനും പൈസ, പിന്നെ അങ്ങോട്ട് കയറുന്നതിന് വേറെ. അതുകൊണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ കീശയിലിട്ട് വരും, എന്നിട്ട് ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്താൽ മതി. എൻ്റെ ഒക്കെ അവാർഡാട്ടോ അത്. ഉള്ളിലേക്ക് വിടാത്ത പ്രൊസീജിയർ കഴിഞ്ഞിട്ടോ അതാ ഉള്ളിലേക്ക് കയറാം. എൻ്റെ പൊന്നെ നോക്കതാ ഡോറ് നോക്കിയാ അനങ്ങയും കൂടിയില്ല. നിൽക്കുക എന്നല്ലാണ്ട് സാധനം തുറക്കലുണ്ടാവില്ല. നല്ല എക്കോ അടിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇതാണ് ഞാനന്ന് നിന്ന പെട്രോൾ പമ്പിൽ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കാണുന്നു പറയുന്നത്. ഇവിടേക്ക് നോക്കുന്ന സാധനം അതിനത്. അതിൻ്റെ മുകളിൽ കയറിന്നിട്ട് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് ജസ്റ്റ് നോക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇതാട്ടോ. ഞാൻ കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് മൊത്തത്തിലുള്ള ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഒരൊറ്റ നിപ്പിലുള്ള വ്യൂ. സ്റ്റെപ്പാട്ടോ നമുക്ക് കയറാനുള്ളത്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഏറ്റവും മുകളിലെത്തണം. എത്തുമായിരിക്കൂലേ. നീ കൊണ്ടാൻ പോകാൻ വണ്ടി ഒന്നും വരേണ്ടി വരില്ലായിരിക്കും. എൻ്റെ പൊന്നെ കാണുമ്പോൾ തന്നെ പേടിയാന്ന്. എന്ത് വലുതാ അത്. മലയാളിയാ എവിടെ സ്ഥലം? എറണാകുളത്തുകാരുണ്ട് കേട്ടോ ഇവിടെ. അവർ അന്ന് ഇറങ്ങി വരിക. അവർ കുറേ നേരമായി തോന്നുന്നു കയറിയിട്ട്. അതിലോട്ടൊന്നും കൂടി കയറി നോക്കരേ. അയ്യോ അവസ്ഥയാണ് മക്കളെ, അവസ്ഥയാണ്. കയറിയിട്ട് എത്തുന്നില്ല. ഇനി ഒരു 4-5 സ്റ്റെപ്പും കൂടിയേ കാണുന്നുള്ളൂ. അതേ ഉണ്ടാവുമെന്ന് വിചാരിക്കല്ലേ നമ്മൾ. അയ്യോ അമ്മേ, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ അത്. അപ്പോൾ ഏറ്റവും മുകളിലെത്തിക്ക്. തെറ്റിപ്പോയി മക്കളെ, തെറ്റിപ്പോയി. ആ 4 എണ്ണം തീരാനുള്ളതല്ല, അതിന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ളതാ. അയ്യോ ഇത് ഇനിയുണ്ട്. ഇങ്ങനത്തെ തന്നെ മുകളിൽ കയറണം. എൻ്റെ അമ്മേ ആവില്ലട്ടാ. ആ മോൻ്റെ ഒരു സന്തോഷം കണ്ടോ, എന്ത് ഹാപ്പിയാന്ന് നോക്ക്. ഇതെല്ലാം കണ്ടേരോ. ടീക്കേ ഈ മോൻ്റെ ഒരു ഹാപ്പി നോക്ക്. സ്ഥലങ്ങളൊക്കെ കണ്ടേരോ, എന്തൊരു ഹാപ്പിയാ നോക്ക്. ഹായ് ഡാൻസ് കാരോ. ബൈ. അങ്ങനത്തെ മക്കളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്ത് ഹാപ്പിയിലാണ് നോക്ക്. പേരൻസ് പോലെ കൊണ്ടടക്കുന്നത്. നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ ഓലെ കൈമന്ന് പോകും. അങ്ങനെയുള്ളവരെ നമ്മൾ കൂട്ടി പിടിക്കണം കേട്ടോ, ചേർത്ത് പിടിക്കണം. ഇതൊരുപാടുണ്ടേ, ഇവിടെ കയറിയിട്ട് എത്തുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ മേലോട്ട് കയറി പോവാ. അയ്യോ അയ്യോ വേറെ മുകളിലെത്തിയില്ല കേട്ടോ. കയറിക്കൊണ്ടിരിക്കുക തന്നെ. എൻ്റെ അമ്മേ ഇതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ മക്കളെ. അത് ഉണ്ടാക്കല. കുറച്ചുകൂടി മുകളിൽ കയറിയാലുള്ള വ്യൂ ആട്ടോ അത്. അയ്യോ ഷാറായിരിക്കും. എന്തായാലും മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് ഭംഗി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറുമ്പോഴേക്ക് നമ്മളൊരു ബൈക്കാവുന്നവർക്ക് മനസ്സിലാക്കി. അതിനോടെ വെള്ളമൊക്കെ വെച്ചേക്ക്. നമ്മളെ കർണാടകയിലെ ബ്രദേഴ്സാട്ടോ. പറഞ്ഞു വന്നേരം ബാംഗ്ലൂരാന്നോലെ.
ഇത് കയറിയിട്ടും തീരുന്നില്ല കേട്ടാ. എൻ്റെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് ചെറിയ. അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോഴേ ഒരു അമ്പലമാട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. വിശാലമായ തോട്ടം. വന്നപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി കേട്ടോ. ഇത്രയും ക്ഷീണിച്ചേക്ക്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും മുകളിലാട്ടോ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കയറാനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം, എന്നാലേ ഫുള്ള് വ്യൂ കിട്ടും. ഇതാണ് ഏറ്റവും മുകളിൽ. ഇതാണ് ഇവിടുത്തെ മൊത്തം വ്യൂ കേട്ടോ. ഇവിടെ നല്ല രസമാണ്. പറക്കാൻ നിൽക്കുന്നവരുണ്ട്, ചാടാൻ നിൽക്കുന്നവരുണ്ട്. അവൻ്റെ നോട്ടം കണ്ടോ, കണ്ടായിരിക്കും ബഹിരാകാശത്തേക്ക് നോക്കാന്ന്. അയ്യോ, ഇതിൻ്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണേ. 4 സൈഡും 4 തരത്തിലാണ്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇതാട്ടോ മറ്റേ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ മക്കളെ ഞാൻ ഈ കാഴ്ചകളൊന്ന് ആസ്വദിക്കട്ടെ. എന്നാൽ ഓക്കെ ബൈ.